ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ആയിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് ഇടയ്ക്ക് ഷോർട്സൊക്കെ ഇടും, അല്ലാതെ വീഡിയോസ് ആയിട്ട് ഇപ്പോൾ കുറേ ആയി. അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് നേരെ അക്ഷയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നടന്നിട്ടാണ് വരുന്നത് കേട്ടോ. ആ സമയത്ത് ബസ്സൊന്നുമില്ല. അപ്പോൾ പാടത്തു കൂടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് 2 ചേച്ചിമാരെന്നെ കൂടെ കിട്ടി. അവരാണെങ്കിൽ നമ്മളെന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതായത് കുറേ ആയല്ലോ വനജയെ നിന്നെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മഴയാണ്, നമ്മൾ ഇറങ്ങാറില്ല. പിന്നെ നമ്മൾ വേറെ റൂട്ടാണ്. അപ്പോൾ അങ്ങനെ അവരെന്നെ കണ്ടിട്ട് കുറേ ആയി. അപ്പോൾ ഹരിത കർമ്മസേനയിലാണ് അവർ വർക്ക് ചെയ്യണത്. അപ്പോൾ നല്ല ചേച്ചിമാരാണ്, നല്ല ഒരാൾ എഴുത്തമ്മയാണ് കേട്ടോ. അപ്പോൾ അവരെനിക്കായിട്ട് ഹാപ്പി ആയിട്ട് കുറേ നേരം സംസാരിച്ച് പോന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദിവസം ഞങ്ങൾ പോകുന്നതും വരുന്നതൊക്കെ ഈ വഴിയാണ്. പക്ഷേ ഞങ്ങൾ ഈ ചുറ്റുപാടോ അല്ലെങ്കിൽ പാടങ്ങളോ വെള്ളം ഒഴുകി പോകുന്നതോ ഈ പൂക്കളോ ഇതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. അതായത് അവർക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല. ഓടുന്നു, പിന്നെ അതേപോലെ തിരിച്ചു വരുമ്പോഴും വൈകിട്ട് നേരം വൈകി വരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, വനജ ഉള്ള കാരണം ഇതൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ അവർ അതൊന്നും ആസ്വദിക്കാറില്ല. ഇപ്പോൾ ദേ കുറച്ച് നേരം വീഡിയോസൊക്കെ പിടിക്കാനും എല്ലാറ്റിനെയും കൂടിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരു ചേച്ചിയാണെങ്കിൽ നന്നായി കവിതയൊക്കെ പാടുന്നതാണ്, നന്നായി വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് കവിതയൊക്കെ പാടിത്തന്നു. നല്ല ഹാപ്പി ആയിട്ട് ഞാനും കുറച്ച് നേരം അവരെന്നെയായിട്ട് ചിലവഴിച്ചത്, കുറേ സമയം. അതായത് മെല്ലെ മെല്ലെ കുറേ വീഡിയോസൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, വീഡിയോസ് നിങ്ങൾ പിടിച്ചിട്ട് ഞങ്ങളതിനെ ചാനലിൽ ഇടണം കേട്ടോ എന്ന് പറഞ്ഞു. അതായത് സാധാരണയാണെങ്കിലും എല്ലാവരും ഓടി ഒളിക്കാറാണ് പതിവ്. അപ്പോൾ ഇവർ ഇങ്ങോട്ട് പറയാണ്, ഞങ്ങളതിനെ ഇടണം, കുറേ കഴിയുമ്പോൾ ഞങ്ങൾക്കത് കാണാമല്ലോ, ഞങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങളുടെ കൊച്ചുമക്കളോടും ബന്ധക്കാരോടും എല്ലാവരോടും പറയാമല്ലോ, ഇതൊക്കെ കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ എന്തായാലും വനജയിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അവർക്ക് നല്ല സന്തോഷമായി, ഹാപ്പിയായി. നായ്ക്കളവിടെ കിടക്കുന്നുണ്ടായിരുന്നു. നായ്ക്കളോട് കുശലം ചോദിച്ചിട്ടും എല്ലാ കാഴ്ചകളും കണ്ട് കുറേ സംസാരിച്ചിട്ടാണ് വന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എൻജോയ് തന്നെയായിരുന്നു. അവരെന്നായിട്ട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പിന്നെ നമ്മുടെ പാടവും വെള്ളം ഒഴുകുന്നതും പൂക്കളും കുഞ്ഞു പൂക്കളും ഒക്കെ കണ്ട് നല്ല ആസ്വദിച്ച് പോന്നു. അതിൻ്റെ ഇടയിൽ അവർ ഹരിതകർമ്മസേനയിൽ പോകുന്നതിൻ്റെ വിഷമങ്ങൾ, പ്ലാസ്റ്റിക്കുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളതിനെ കുറിച്ചിട്ട് മാസ്കും ഗ്ലൗസൊക്കെ ധരിച്ചിട്ടും ഒരു കാര്യമൊന്നുമില്ല വനജയെന്നൊക്കെ പറഞ്ഞ് കുറേ വിഷമങ്ങൾ പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യേണ്ട ചേച്ചിമാർ തന്നെയാണ്. അത്ര ആത്മാർത്ഥമായിട്ടാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത്. നമ്മളൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചെറിയുന്നതാണല്ലോ, അവരത് കാണുമ്പോൾ പോലും അത് പെറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.